ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചാന്ദിനി. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ ഇന്ന് വീഡിയോ വരുന്നതെന്ന് പറഞ്ഞാൽ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ നാമങ്ങൾ നൗൺസ് എല്ലാം പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. പക്ഷേ ഹൈസ്കൂൾ ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് പിന്നെ സാധാരണ പോലെ വ്യത്യസ്തമായി ഇപ്പോൾ അകാരാന്തം ആകാരാന്തം ഒക്കെ ബാക്കിയുള്ള ക്ലാസ്സിൽ കാണും. പക്ഷേ ഇകാരാന്തം ഈകാരാന്തം ഊകാരാന്തം ഊകാരാന്തം ഒക്കെ എവിടെയാണ് വരുന്നത്? കുറച്ചുകൂടെ വലിയ ഹൈസ്കൂൾ ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ 8, 9, 10 ക്ലാസ്സുകളിൽ. അപ്പോൾ അവർക്ക് അത് പിന്നെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഈകാരാന്തമാണ്. അത് സ്ത്രീലിംഗ ശബ്ദമാണ്. എല്ലാം ഈകാരാന്തം എല്ലാം സ്ത്രീലിംഗ ശബ്ദങ്ങളാണ്. അപ്പോൾ അത് എങ്ങനെയാണ് അതെല്ലാം പിന്നെ ബാക്കി അതിൻ്റെ വേറെ ഏതെല്ലാം ഈകാരാന്തം വേറെ ഏതെല്ലാം ശബ്ദങ്ങളുണ്ട് എന്നൊക്കെ കാണിക്കാനാണ് ഈ ക്ലാസ്. നമുക്ക് നോക്കാം. ആദ്യം നോക്കൂ, ഈകാരാന്ത സ്ത്രീലിംഗ ശബ്ദങ്ങളാണ്. അതിൽ ഒന്നാമത്തേത് നദീശബ്ദം. അപ്പോൾ എല്ലാത്തിനും 7 വിഭക്തി കൂടാതെ ഒന്നും കൂടിയുണ്ട്, സംബോധന പ്രഥമയും കൂടിയുണ്ട്. 7 വിഭക്തിയിൽ കാരകം ഉണ്ടെന്ന് പഠിച്ചു. ഓരോ വിഭക്തിയുടെ അർത്ഥം അല്ലെങ്കിൽ പ്രത്യയങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്കറിയാം. എന്നാൽ ഒന്നുകൂടി നോക്കിക്കോളൂ. നദീശബ്ദം അതിൽ ഇപ്പോൾ ഈ വിഭക്തിയെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. വചനം, ഏകവചനം, ദ്വിവചനം, ബഹുവചനം. അപ്പം പ്രഥമ വിഭക്തിയിൽ നദീ ശബ്ദം വരുമ്പോൾ നദീന്ന് തന്നെയാണ് ദീർഘം, നദീ. പിന്നെ ദ്വിവചനം വന്നപ്പോൾ നദ്യൗ, ബഹുവചനം വന്നപ്പോൾ നദ്യ, നദീ, നദ്യൗ, നദ്യ. അപ്പം നദി എന്നുള്ള പ്രഥമ വിഭക്തിയുടെ അർത്ഥം അല്ലെങ്കിൽ പ്രത്യയം എന്താണ്? അത് തന്നെയാണ് നദി എന്ന് പറഞ്ഞാൽ നദി. വേറെ അതിന് വ്യത്യാസം, അതിന് അർത്ഥ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ പ്രത്യയം ചേർക്കുന്നതോ ഒന്നുമില്ല, നദി തന്നെയാണ്. അപ്പോൾ അത് അടുത്ത് നോക്കൂ, ദ്വിതീയ വിഭക്തി വന്നപ്പോൾ അപ്പോൾ അതുപോലെ നദീ ശബ്ദം വന്നപ്പോൾ ഈ പ്രഥമയ്ക്ക് നമ്മൾ ഏത് കാരകമാണ് പഠിച്ചത്? കർത്തൃകാരക അല്ലേ. കർത്തൃകാരകൻ, ക്രിയയായിട്ട് കർത്താവിനാണ് കൂടുതൽ ബന്ധം, അതുകൊണ്ട് കർത്തൃകാരകം. രണ്ടാമത്തെ ദ്വിതീയ വന്നപ്പോൾ നദീം, നദ്യൗ, നദീഹി. നദീം എന്ന് പറഞ്ഞാൽ ദ്വിതീയയുടെ പ്രത്യയം എന്താണ്? അതിനെ. അപ്പം നദിയേ. ഇവിടെ നദ്യൗ എന്ന് 2 നദികളെ, നദീഹി എന്ന് നദികളെ. അപ്പോൾ ഇത് ഏത് പിന്നെ കാരകമാണ്? കർമ്മകാരകമാണ് അല്ലേ. കർമ്മത്തിന് ക്രിയയുമായി കർമ്മത്തിനാണ് കൂടുതൽ ബന്ധം, അതിനാണ് കർമ്മകാരക. അപ്പോൾ അതിൻ്റെ പ്രത്യേകമാണ് ഇനി തൃതീയ വന്നു. പിന്നെ നമുക്കൊരു കാര്യം ചെയ്തു ഇതുപോലെ വേറെ അത് ദേവി എന്നൊരു വാക്ക്. ദേവി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ദീർഘമല്ലേ. അപ്പോൾ ദേവി എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെ വരും? ദേവി എന്ന് പറയുമ്പോൾ ദേവി, ഇവിടെയും ദേവി തന്നെ വരികയാണ്. അപ്പോൾ ദ്വിവചനം എങ്ങനെ വരും? പ്രഥമ ദ്വിവചനം ദേവ്യൗ, ദേവ്യൗ. ഇനി നദ്യഹ വന്നു, അപ്പോൾ ഇവിടെ എങ്ങനെ വരും? ദേവ്യഹ, ദേവ്യഹ, ദേവി, ദേവ്യോ, ദേവ്യഹ ആയില്ലേ. അപ്പം നദി പോലെ തന്നെ ദേവീ ശബ്ദം. ഇനി ദ്വിതീയ വന്നപ്പോഴോ നദീം എന്നുള്ളത് ദേവീം, ദേവീം. ഇനി ദ്വിവചനമാണ് ഇതുപോലെ തന്നെ ദേവ്യൗ, ദേവ്യൗ. ഇനി ബഹുവചനം വന്നപ്പോൾ നദീഹി ദേവീഹി. ഈ രീതിയിലാണ് വരുന്നത്. ദേവീ ശബ്ദം വന്നാലും ഇതുപോലെയാണ്. ഇനി അടുത്ത തൃതീയ നോക്കിക്കോളൂ. തൃതീയയിൽ വന്നപ്പോൾ നദ്യാ, നദീഭ്യാം, നദീഭി. സ്ത്രീയാണ്. ഇപ്പോൾ എപ്പോഴും ഇവിടെ തൃതീയ ബഹുവചനം ഇങ്ങനെ ഈ രീതിയിലാണ് വരുന്നത്. നദ്യാ, നദീഭ്യാം, നദീഭി. നദ്യ എന്ന് പറയുമ്പോൾ തൃതീയയുടെ എന്താണ് പ്രത്യയം? ആൽ, രാമനാൽ, നദിയാൽ എന്നൊക്കെ. അപ്പോൾ തൃതീയ ഒരു പറഞ്ഞു, കാരകം പഠിപ്പിച്ചപ്പം പറഞ്ഞു അതിന് തൃതീയയ്ക്കൊരു കരണം വേണം അല്ലേ. കരണം അത് എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിലേ അത് നടക്കുകയുള്ളൂ. അപ്പം നദ്യാ, നദിയാൽ. അപ്പം നദിയാൽ എന്നുള്ളതൊരു കരണമാണ്. അങ്ങനെ അത് കരണകാരക. അപ്പോൾ ഇതിവിടെ പ്രത്യേകം എന്തെന്ന് പറഞ്ഞു? ആൽ. ഇനി ദേവി ശബ്ദമാണെങ്കിലോ ദേവി, ദേവ്യാ, ദേവ്യ, ദീർഘമാണ് ഇവിടെ. പിന്നെ ദേവീഭ്യാം, ദേവീഭ്യാം, നദീഭിഹി, ദേവീഭിഹി, ദേവീഭിഹി, ദേവീഭിഹി. അപ്പം നദിയാൽ, 2 നദികളാൽ, നദികളാൽ. ഇനി നദി, ചതുർത്ഥി.
ചതുർത്ഥി എന്താണ്? സമ്പ്രദാനകാരകം അല്ലേ? സമ്പ്രദാനകാരം ചതുർത്ഥി ആയിക്കൊണ്ട് എന്നൊക്കെ, ആയിക്കൊണ്ട്, അതിന് വേണ്ടി എന്നൊക്കെ. നദിക്കായിക്കൊണ്ട്, നദിക്ക് വേണ്ടി, രണ്ട് നദികൾക്കായിക്കൊണ്ട്, നദികൾക്ക് ആയിക്കൊണ്ട് അല്ലെങ്കിൽ നദികൾക്ക് വേണ്ടി. അപ്പോൾ ദേവി ശബ്ദമാണെങ്കിലോ ഇവിടെ എങ്ങനെ വരും? നദ്യ എന്നുള്ളത് ദേവ്യൈ, ദേവ്യൈ. ഇവിടെ ഇത് തന്നെ ദേവീഭ്യാം, ഇവിടെ ദേവീഭ്യഃ എന്നായി, ദേവീഭ്യഃ, ദേവീഭ്യഃ. അപ്പോൾ അത് സമ്പ്രദാനകാരം. അടുത്തത് പഞ്ചമി വന്നു. പഞ്ചമിയുടെ നദ്യാഹ, നദീഭ്യാം, നദീഭ്യ. പഞ്ചമിയുടെ എന്താ അതിൻ്റെ ഇത് വരുന്നത്? അതിൽ നിന്ന്, അത് ഫ്രം എന്നുള്ള അർത്ഥമാണെന്ന് പറഞ്ഞു പഞ്ചമിയുടെ അത്. അപ്പോൾ ഇവിടെ നദ്യാഹ അത് അപാദാനം, എടുക്കൽ, എടുത്തു മാറ്റുക എന്നുള്ള അർത്ഥത്തിൽ അപാദാനകാരകമാണെന്നും പഠിച്ചു. ഇവിടെ നദ്യാഹ നദിയിൽ നിന്ന്, രണ്ട് നദികളിൽ നിന്ന്, നദികളിൽ നിന്ന്. അപ്പം ഇതിൻ്റെ ദേവീ ശബ്ദമാണ് ദേവ്യാഹ, ദേവ്യാഹ. ഇവിടെ വരുമ്പോഴത്തേക്ക് ദേവീഭ്യാം, ദേവീഭ്യാം, ഇവിടെ ദേവീഭ്യഃ, ദേവീഭ്യഃ. അങ്ങനെയാണ് പഞ്ചമി വരുന്നത്. അത് മനസ്സിലായി? നദിയിൽ നിന്ന് എന്നുള്ള അർത്ഥത്തിൽ ഫ്രം. അടുത്ത ഷഷ്ടി വരുന്നു. ഷഷ്ടിക്ക് കാരകം ഇല്ല എന്ന് പറഞ്ഞു, എന്നാലും സംബന്ധമായിട്ട് കാണിക്കാം, സംബന്ധം. അപ്പം നദ്യാഹ, നദ്യോഹോ, നദീനാം. നദ്യാഹ എന്ന് പറഞ്ഞാൽ നദിയുടെ, നദിക്ക്. അപ്പം അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകം? ക, ന, ഇൻ്റെ, ഉടെ. 4 വരുന്നുണ്ട്. ക, ന, ഇൻ്റെ, ഉടെ. നദിക്ക്, നദ്യോഹോ, രണ്ട് നദികളുടെ, നദീനാം, നദികളുടെ. അപ്പം ഇതിനെന്താണ് ഷഷ്ടി? ഷഷ്ടി വിഭക്തി സംബന്ധത്തെ കാണിക്കുന്നുണ്ട്, അതിന് കാരകമില്ല എന്ന് പറഞ്ഞു. ഇനി ഈ ദേവി ശബ്ദം വരുമ്പോൾ എങ്ങനെ? ദേവ്യാഹ. ഇതുപോലെ തന്നെയാണ്. ദേവ്യാഹ, ദേവ്യോഹോ, ദേവ്യോഹോ, ദേവീനാം, ദേവീനാം. ഇതുപോലെ ദേവിയുടെ. അടുത്തത് സപ്തമി വന്നപ്പോഴത്തേക്ക് നദ്യാം, നദ്യോഹോ, നദീഷു. നദിയിൽ നിന്ന്, ഫ്രം അല്ല, ഇൽ നിന്നെന്നുള്ള അർത്ഥം. അതിൽ നിന്നെന്ന് പറയുമ്പോഴത്തേക്ക് പഞ്ചമിയാണ്. പക്ഷെ ഇവിടെ നദിയിൽ, അതിൽ. അപ്പം നദ്യാം. അപ്പോൾ അവിടെ അത് ഏത് കാരകമാണ്? അധികരണം അല്ലേ? അധികരണമാണ് അവിടുത്തെ കാരകം. അപ്പം നദ്യ എന്നുള്ള ദേവി ശബ്ദമാണെങ്കിൽ ദേവ്യാം, ദേവ്യാം. ഇവിടെ ഇതുപോലെ ദേവ്യോഹോ, ദേവീഷു, ദേവീഷു. ഈ രീതിയിലാണ് വരുന്നത്. മനസ്സിലായി? അപ്പം ദേവ്യാം, ദേവ്യാം, ദേവ്യോഹോ, ദേവീഷു. ഇനി ഇത് കൂടാതെയാണ് സംബോധന. നമ്മൾ ആരെങ്കിലും സംബോധന ചെയ്ത് പറയുമ്പോൾ അത് വരുന്നത്. അതെന്താണ് ഇവിടെ? ഇപ്പം നദീ ശബ്ദമാകുമ്പം ഹേ നദീ. പിന്നെ പ്രഥമ എങ്ങനെ? ഹേ നദ്യൗ, ഹേ നദ്യഃ. പ്രഥമയിൽ വരുമ്പോഴാണ് വരുന്നത്. ഹേ നദീ, ഹേ നദ്യൗ, ഹേ നദ്യഃ. ഈ രീതിയിൽ വരുന്നു. ഇനി അടുത്ത് വേറൊരു വാക്കാം, നദി പോലെ നാരി. നാരി എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീ എന്നുള്ള അർത്ഥം. നാരി എങ്ങനെ വരും? അപ്പോൾ ഇവിടെ നമ്മൾ പറയാം, നദി എന്നുള്ളതിനൊരു നാരി, നാര്യൗ. നാര്യൗ എങ്ങനെ എഴുതുന്നത്? നാര്യൗ, നാര്യൗ, നാര്യഃ, നാര്യഃ, നാര്യഃ. നാരി സ്ത്രീ. ഇവിടെ നാരി തന്നെയാണ്. ഇനി നദിയും പോലെ നാരീം. ഇവിടെ ദീർഘ ഇവിടെയാണ്. അപ്പം നാരീം, നാര്യൗ, നാരീഹി. ഇവിടെ നാര്യാഹയാണ്. നാര്യാഹ, നദ്യാഹ വരെ നാര്യാഹ, നാരീഭ്യാം. പ്രയാസമുള്ളത് മാത്രമാണ് ഞാൻ അവിടെ എഴുതുന്നത്. നാരീഭ്യാം, നാരീഭിഹി, നാര്യൈ. നാര്യൈ എങ്ങനെ എഴുതും? നാര്യൈ, നാരീഭ്യാം, നാരീഭ്യഃ. നദ്യാഹ വരെ നാര്യാഹ, നാര്യാഹ. ഇവിടെ നാര്യഹയാണ്. ഇവിടെ വന്നപ്പോൾ നാര്യാഹ, നാരീഭ്യാം, നാരീഭ്യഃ. ഇവിടെ എഗെയിൻ നാര്യാഹ, നാര്യോഹോ, നാരീനാം,
നാര്യാം, നാര്യോഹോ, നാരീഷു. ഈ രീതിയിലാണ്. അപ്പം നിങ്ങൾ നോക്ക് പഠിക്കുക. അതുപോലെ ഇനി അടുത്ത വേറെ ഉണ്ട്, കുമാരി ഉണ്ട്. പിന്നെ നിങ്ങളത് എഴുതി നോക്കുക തന്നെ, ഇങ്ങനെ എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. കുമാരി, രാജ്ഞി, രാജ്ഞി ദീർഘം. പിന്നെ സഖി, സഖി കൂട്ടുകാരി, സഖി, പത്നി, പത്നി വൈഫ്, ശ്രേണി, ശ്രേണി എന്ന് പറഞ്ഞാൽ നിര, ലൈൻ. മൈത്രി ഒന്നിച്ചെന്നുള്ള അർത്ഥം. മൈത്രി, വിദുഷി, വിദുഷി, ശ്രീമതി, വായസി. എന്താ വായസി? വായസഹ എന്ന് പറഞ്ഞാൽ കാക്ക, ആൺകാക്ക. വായസി പെൺകാക്ക. വായസി, ബലവതി, ബലവതി, ദീപാവലി, എല്ലാം ദീർഘമാണ്. രജനി, രാത്രി, രജനി. അങ്ങനെ അപ്പോൾ ആ രീതി. അപ്പോൾ രജനി, രജന്യൗ, രജന്യ, രജനീം, രജന്യൗ, രജനീഹി, രജന്യ, രജനീഭ്യാം, രജനീഭിः, രജന്യൈ, രജനീഭ്യാം, രജനീഭ്യः, രജന്യാः, രജനീഭ്യാം, രജനീഭ്യः, രജന്യാः, രജന്യോः, രജനീനാം, രജന്യാം, രജന്യോഹോ, രജനീഷു. ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഈകാരാന്ത എല്ലാം ഇതുപോലെ തന്നെയാണ്. ഈകാരാന്ത സ്ത്രീലിംഗമല്ല. ഞാൻ പറഞ്ഞ ആ വാക്കുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.